ലേബർ കോഡ് ചട്ടമുണ്ടാക്കാൻ കേരളം നേരത്തെ നീക്കം തുടങ്ങിയതിന്റെ രേഖകൾ പുറത്ത്. LDFലോ തൊഴിലാളി സംഘടനകളുമായോ ചർച്ച ചെയ്യാതെയാണ് തൊഴിൽ വകുപ്പിന്റെ നീക്കം. ഉദ്യോഗസ്ഥ തലത്തിൽ തയ്യാറാക്കിയ കരട് രേഖയാണ് പുറത്തുവന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. മന്ത്രിമാർ അറിയാതെ കരട് ഇറങ്ങുമോ എന്ന ചോദ്യവുമായി ശിവൻകുട്ടിക്കെതിരെ AITUC രംഗത്തെത്തി. 2021 ഡിസംബർ 14 സംസ്ഥാനം പുറപ്പെടുവിച്ച ലേബർ കോഡിന്റെ കരട് വിജ്ഞാപനത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നത്. തൊഴിലാളി സംഘടനകളുമായോ ഇടതുമുന്നണിയിലോ ചർച്ച ചെയ്യാതെയാണ് കരട് വിജ്ഞാപനം പുറത്തിറക്കിയത്. ദേശീയതലത്തിൽ ഇടതുപക്ഷവും ഭൂരിഭാഗം തൊഴിലാളി സംഘടനകളും എതിർക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ്. അതിനിടെയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ തന്നെ ലേബർ കോഡ് നടപ്പിലാക്കുന്നതിന്റെ പ്രാഥമിക നടപടികൾ തുടങ്ങിയത്. തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചകളിലൊന്നും കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കാര്യം തൊഴിൽ മന്ത്രി വിശദീകരിച്ചിരുന്നില്ല. ചട്ടം രൂപീകരിച്ചതിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നാണ് CITUവിന്റെ ആവശ്യം. അപ്പോൾ എല്ലാ സ്റ്റേറ്റിനോടും ആവശ്യപ്പെട്ടു റൂൾസ് ഉണ്ടാക്കാൻ. അപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ റൂൾസ് ഫ്രെയിം ചെയ്യാന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. 2 കൊല്ലം മുമ്പ് ട്രേഡ് യൂണിയനുകളെ ചർച്ച ചെയ്തു, ലേബർ മിനിസ്റ്റർ വിളിച്ച്. ഇപ്പോൾ ഇത് ആലോചിക്കേണ്ടതില്ല എന്ന നിലപാട് എല്ലാവരും. ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം രൂപീകരിച്ചതാണ് കരട് ചട്ടമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വിശദീകരണം. മന്ത്രിമാരെ വിളിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ യോഗമല്ലേ, അതൊരു തനി ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം യോഗമായിരുന്നു. കേന്ദ്ര ലേബർ സെക്രട്ടറി ആണ് സംസ്ഥാന ലേബർ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം കൊടുത്ത് ആ യോഗം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവർ റൂൾസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു, റൂൾസ് ഉണ്ടാക്കിയിരുന്നു. മന്ത്രിമാരറിയാതെ ചട്ടം രൂപീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് AITUCയുടെ ആവശ്യം. ഗവൺമെന്റ് തലത്തിൽ മന്ത്രി അറിയാതെ, മന്ത്രിമാർ ബന്ധപ്പെടാതെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇതുപോലെ ചർച്ച നടത്തി പിൻവാതിലൂടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ PM ശ്രീയിൽ ഒപ്പിട്ടതിന് സമാനമായ രീതിയിലാണ് ലേബർ കോഡിന്റെ കരട് തൊഴിൽ വകുപ്പ് തയ്യാറാക്കിയത്. കടുത്ത തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ അടങ്ങുന്ന കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തുയരുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം. കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളാണ് പ്രതിഷേധിക്കുന്നത്. നിയമത്തിലെ വിവാദ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുന്നതിനായി കേന്ദ്രം തയ്യാറായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സംയുക്ത കിസാൻ മോർച്ചയും സംയുക്ത തൊഴിലാളി യൂണിയനും അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. സംയുക്ത കിസാൻ മോർച്ച കളക്ടർമാർക്ക് നിവേദനം നൽകും. ലേബർ കോഡ് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നതിന് പുറമെ പ്രഖ്യാപിച്ച താങ്ങുവില ഉറപ്പാക്കുക, സംസ്ഥാനങ്ങൾക്ക് സംഭരണത്തിനായി കൂടുതൽ തുക അനുവദിക്കുക എന്നീ കാര്യങ്ങളും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടും. തൊഴിൽ നിയമങ്ങൾ കോർപ്പറേറ്റ് അനുകൂല കോഡുകളാക്കി മാറ്റാനാണ് BJP ശ്രമമെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഡൽഹി ജന്തർ മന്ദിറിൽ നടന്ന സമരത്തിൽ INTUC, CITU, AITUC അടക്കമുള്ള സംഘടനകൾ സംയുക്തമായി പ്രതിഷേധിച്ചു. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാവർക്കും അവകാശപ്പെടുന്നതായി മിനിമം വേജ് മാറിയെന്നാണ് അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി. പക്ഷേ അത് അങ്ങേയറ്റം തെറ്റായ ഒരു പ്രചരണമാണ്. ഈ ലേബർ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തൊഴിലാളികളിൽ 92-93% ആളുകൾ അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. മലപ്പുറത്ത് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൊഴിലാളി പ്രതിഷേധം നടന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി റാലി നടന്നു. എതിർപ്പുന്നയിച്ച് യൂണിയനുകളുമായി ചർച്ച നടത്താനും നിർദ്ദേശങ്ങൾ ആവശ്യപ്പെടാനും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം തയ്യാറാകുന്നുവെന്നാണ് റിപ്പോർട്ട്. 26 തൊഴിൽ നിയമങ്ങൾ പൊളിച്ചാണ് കേന്ദ്ര സർക്കാർ പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. കേന്ദ്ര സർക്കാരിന്റെ 4 ലേബർ കോഡുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. തൊഴിലാളി സംഘടനകളുടെ പ്രവർത്തനമടക്കം നിയന്ത്രിക്കുന്ന ലേബർ കോഡ് വൻകിട കമ്പനികളുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയതെന്നാണ് പ്രധാന വിമർശനം. ലേബർ കോഡ് പിൻവലിക്കുകയോ കാതലായ മാറ്റങ്ങൾ വരുത്തണമെന്നുമാണ് സംഘടനകളുടെ പ്രധാന ആവശ്യം. അതുൽ ചന്ദ്രനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1, ഡൽഹി. വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ കേരളത്തിന്റെ ഹർജിയിൽ അടിയന്തര സ്റ്റേ ഇല്ല. ഹർജി ഡിസംബർ 2 വീണ്ടും പരിഗണിക്കും. തിങ്കളാഴ്ചയ്ക്കകം തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. കേരളത്തിൽ SIRന് തടസ്സങ്ങളില്ലെന്ന് കമ്മീഷൻ പറഞ്ഞു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഹർജികളിലെ വസ്തുതകൾ വ്യത്യസ്തമാണെന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. അരവിന്ദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, അടിയന്തര സ്റ്റേ നൽകാൻ സുപ്രീം കോടതി വിസമ്മതിച്ചെങ്കിലും തൽസ്ഥിതി റിപ്പോർട്ട് ആരാഞ്ഞ നടപടി എത്രത്തോളം പ്രതീക്ഷ നൽകുന്നു കേരളത്തിന്?
ജിൽസി, കേരളത്തിലെ SIR നടപടികൾ ഇപ്പോൾ തുടരാമെന്ന് തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ ഹർജികളിൽ ഇപ്പോൾ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുവാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ തൽസ്ഥിതി റിപ്പോർട്ട് കൂടി സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എത്രത്തോളം പുരോഗതി SIR അടക്കം നടപടികളടക്കം ഉണ്ടായെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തൽസ്ഥിതി റിപ്പോർട്ട്. അപ്പോൾ ഇതടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ഒരു നിലപാട് സുപ്രീം കോടതി വ്യക്തമാക്കുക. ഇനി ഡിസംബർ 2 അതായത് ചൊവ്വാഴ്ചയാണ് ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. തിങ്കളാഴ്ചക്കകം ഈ വിഷയത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കുവാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ കേരളത്തിന്റെ ഹർജികൾ പ്രത്യേകം പരിഗണിക്കുമെന്നതാണ് സുപ്രീം കോടതി അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ബെഞ്ച് ആരംഭിച്ചപ്പോൾ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ SIRനെതിരെയുള്ള ഹർജികൾ കോടതിക്ക് മുൻപാകെ പരാമർശിക്കുകയായിരുന്നു. പുതുച്ചേരി അതുപോലെ തന്നെ തമിഴ്നാട്, കേരളം അടക്കമുള്ളവ ഉന്നയിച്ചിരുന്നു. എന്തായാലും തമിഴ്നാടിന്റെ ഹർജികൾ പരിഗണിച്ചപ്പോൾ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സാഹചര്യം വ്യത്യസ്തമാണെന്നതാണ് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ആണ് കേരളത്തിന്റെ ഹർജികൾ എത്തുന്നതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയത് SIR നടപടികൾ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെയാണ്. സുഗമമായി തന്നെ ഈ നടപടികൾ മുന്നോട്ട് പോകുന്നു. 90% ഫോമിന്റെ വിതരണം അടക്കം പൂർത്തിയായിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കും. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളാണ് അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് കേരളത്തിലെ സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പോലെയല്ല. കൃത്യമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാരണം BLOമാരുടെ ആത്മഹത്യ അടക്കം ഇന്ന് ഹർജിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ BLOമാർക്കെതിരെ ഉണ്ടാകുന്ന സമ്മർദ്ദവും കേരളം എന്ന ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ഡിസംബർ 2 ഈ ഹർജികൾ ഇനി സുപ്രീം കോടതി പരിഗണിക്കുക. ഡിസംബർ 1 അതായത് തിങ്കളാഴ്ചക്കകം സത്യവാങ്മൂലവും അതുപോലെ തന്നെ തൽസ്ഥിതി റിപ്പോർട്ടും സമർപ്പിക്കുവാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതിനുശേഷമായിരിക്കും ഒരു നിലപാട് കൃത്യമായി സുപ്രീം കോടതി ഈ വിഷയത്തിൽ വ്യക്തമാക്കുക. ജിൽസി, ശരി, അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പൻ നിവാസികൾക്ക് ആശ്വാസം. മുനമ്പത്തെ താമസക്കാരുടെ ഭൂനികുതി സ്വീകരിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി. താൽക്കാലികാടിസ്ഥാനത്തിൽ നികുതി സ്വീകരിക്കാനാണ് റവന്യൂ വകുപ്പിന് ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. കേസുകളിലെ അന്തിമ വിധിക്ക് വിധേയമായി റവന്യൂ വകുപ്പിന് കരം സ്വീകരിക്കാമെന്നാണ് കോടതി നിർദ്ദേശം. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. ഭൂമി ദാനമായി നൽകിയതാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതോടെയാണ് മുനമ്പത്തെ താമസക്കാർ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. താൽക്കാലികാടിസ്ഥാനത്തിൽ വ്യവസ്ഥകൾക്ക് വിധേയമായി നികുതി സ്വീകരിക്കാനാണ് റവന്യൂ വകുപ്പിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല നിർദ്ദേശം. വിഷയത്തിൽ വഖഫ് ട്രിബ്യൂണലടക്കം നിലനിൽക്കുന്ന കേസുകളുടെ അന്തിമ വിധിക്ക് വിധേയമായി മാത്രമാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇതോടെ മുനമ്പത്തെ ഭൂമി കൈവശക്കാർക്ക് കരമടയ്ക്കാൻ വഴിയൊരുങ്ങും. ട്രിബ്യൂണലിലും കേസുണ്ട്, സുപ്രീം കോടതിയിലും കേസ് അവർ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ വിധി വരുന്നതുവരെ ഗവൺമെൻറ്റിന് റവന്യൂ അവകാശങ്ങൾ, കരമടക്കമുള്ള റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കൊടുക്കുന്നതിനുള്ള അനുവാദം കോടതി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സമരം വേണോ വേണ്ടയോ എന്നുള്ളത് കോർ കമ്മിറ്റി കൂടിയിട്ട് ഞങ്ങൾ ഇന്നും നാളെയുമായിട്ട് അത് പ്രഖ്യാപിക്കും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ വഖഫ് സംരക്ഷണ വേദിയുടെ ഹർജി നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഭൂമി വഖഫ് ആണോ എന്നത് സംബന്ധിച്ച് വഖഫ് ട്രൈബ്യൂണലിലെ വിധിയും വരാനുണ്ട്. ഇവയിലെ തീർപ്പിന് വിധേയമായിരിക്കും നികുതി സ്വീകരിക്കാനുള്ള റവന്യൂ വകുപ്പിനുള്ള ഹൈക്കോടതി നിർദ്ദേശം. മീഡിയ 1 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനും ഉദ്യോഗസ്ഥർക്കുമെന്ന് മൊഴി നൽകി തന്ത്രിമാരായ കണ്ഠരര് രാജീവരും കണ്ഠരര് മോഹനരും. ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തതെന്നും തന്ത്രിമാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. എൻ വാസു ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയായിരുന്നുവെന്ന് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ S. ശ്രീകുമാർ മൊഴി നൽകി. A. പത്മകുമാറിനെ നാളെ വൈകിട്ട് 5 മണിവരെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് മോഹനരുടെയും നിലപാട്. ഇക്കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും ചേർന്നാണ്. ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമായിരുന്നു ചെയ്തതെന്നും ഇരുവരും മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, അദ്ദേഹവുമായി അടുത്ത സൗഹൃദമുണ്ട്. പക്ഷേ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതിൽ യാതൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. ദൈവതുല്യർ ആരാണെന്നറിയില്ലെന്നായിരുന്നു പത്മകുമാറിന്റെ പ്രസ്താവന. മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ കണ്ഠരര് രാജീവരുടെ മറുപടി. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കുമോ? ഞാനല്ല കൊണ്ടുവന്ന് അത് വേറെ, അതൊക്കെ SITയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ ഒക്കത്തില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ നടപടികൾ ആരംഭിച്ചത് മുരാരി ബാബുവാണെന്ന് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ S. ശ്രീകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. N. വാസുവും KS. ബൈജുവും ഇതിനായി നിർദ്ദേശം നൽകിയിരുന്നതായും S. ശ്രീകുമാർ പറഞ്ഞു.
ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. മീഡിയ 1 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയതായി പ്രോസിക്യൂഷൻ അറിയിച്ചതിനെ തുടർന്നാണ് ജാമ്യാപേക്ഷകൾ ഇന്ന് വീണ്ടും കോടതി പരിഗണിച്ചത്. നേരത്തെ ജയശ്രീയുടെ അറസ്റ്റ് വിലക്കിയ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വെള്ളിയാഴ്ച വരെ തുടരും. ശ്രീകുമാറിനെ വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി വാക്കാൽ നിർദ്ദേശം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതരെ അനുനയിപ്പിക്കാൻ മുന്നണികളുടെ തിരക്കിട്ട നീക്കം. വഴങ്ങാത്തവരെ പുറത്താക്കാനൊരുങ്ങുകയാണ് പാർട്ടികൾ. UDFിലെ സീറ്റ് ചർച്ചാ വിവാദങ്ങൾക്കിടെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ CPM ശ്രമം നടത്തിയെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ മീഡിയ 1നോട് പറഞ്ഞു. ചെറിയ വോട്ടിന് പോലും ഭരണം നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിമതരെ മെരുക്കാനുള്ള തീവ്ര ശ്രമം തുടരുകയാണ് മുന്നണികൾ. പ്രചാരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുതിർന്ന നേതാക്കളടക്കം രംഗത്തിറങ്ങി. അനുനയത്തിനിടയിലും ചിലയിടങ്ങളിൽ വിമതർ തലവേദനയാവുകയാണ്. പാർട്ടി മുന്നണി നേതൃത്വങ്ങളോടുള്ള വിയോജിപ്പാണ് സ്ഥാനാർത്ഥിത്വത്തിന് കാരണമെന്ന് റിജിൽ മാക്കുറ്റിക്കെതിരെ മത്സരിക്കുന്ന V. മുഹമ്മദ് അലി പറഞ്ഞു. ഞങ്ങള് മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളാണ്. റിജിൽ മാക്കുറ്റി കോൺഗ്രസിന്റെ നേതാവാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമല്ല. CPMനെ ജയിപ്പിക്കാനുള്ള RSPയുടെ പ്രാദേശിക ഡീലിനെതിരെയാണ് തന്റെ മത്സരമെന്നും തിരുവനന്തപുരത്തെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി കൃഷ്ണവേണി മീഡിയ 1നോട് പറഞ്ഞു. UDF സ്ഥാനാർത്ഥിക്കെതിരെ പത്രിക നൽകിയതിനു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ CPM ശ്രമിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ വെളിപ്പെടുത്തി. ഒന്നടഞ്ഞ സമയത്ത് മറ്റാരെങ്കിലും വന്നിരുന്നോ? ഒരുപാട് 28 മിസ് കോളുകൾ എന്റെ ഫോണിനകത്തുണ്ട്. 28 മിസ് കോൾ. 1-2 പ്രധാനപ്പെട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട CPMന്റെ അധിപൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചിരുന്നു. മലപ്പുറം വാഴക്കാട് പഞ്ചായത്തിൽ 5-ാം വാർഡിലും കോൺഗ്രസിന് വിമത ഭീഷണിയുണ്ട്. മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി CP അബൂബക്കറാണ് മത്സരിക്കുന്നത്. തനിക്കെതിരെ വിമത നീക്കം നടത്തിയ ആളെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയെന്നും തന്നെ പൂർണ്ണമായും അവഗണിച്ചെന്നും BJP വിട്ട ചെറളായി ഡിവിഷനിലെ മുൻ കൌൺസിലറായ ശ്യാമള S. പ്രഭു പറഞ്ഞു. പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സീറ്റ് കൊടുത്തോട്ടെ, കുഴപ്പമില്ല, ഞാൻ മത്സരിക്കുന്നില്ല, ഇവർക്ക് കൊടുക്കരുത്. പക്ഷെ അവർക്ക് കൊടുത്തില്ല. ഇവർക്ക് വാശി പിടിച്ച് ഇവർക്ക് എന്നെ കൊടുത്തു. ഒരു പരിഗണന എനിക്കില്ല. അവഗണന അല്ലാണ്ട് വേറൊന്നുമില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. എറണാകുളം കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വോട്ട് അസാധുവാക്കാൻ UDFിൽ ആലോചന. UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയ സാഹചര്യത്തിലാണ് നീക്കം. എറണാകുളം കോർപ്പറേഷനിൽ UDF വിമതരെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കം ഇതുവരെ ഫലം കണ്ടില്ല. വിമതർക്ക് പിൻവാങ്ങാൻ 2 ദിവസം കൂടി DCC സമയം അനുവദിച്ചിട്ടുണ്ട്. കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന LC ജോർജ് പത്രിക തള്ളിയത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാൻ മാത്രമേ ഇനി അവസരമുള്ളൂ. കടമക്കുടിയിൽ LDF BJP സ്ഥാനാർത്ഥികൾ മാത്രമായ സാഹചര്യത്തിൽ UDF വോട്ടർമാരോട് അസാധു വോട്ടിന് ആഹ്വാനം ചെയ്യാനാണ് DCCയുടെ നീക്കം. 2 തവണ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന LC ജോർജ് പത്രികയുടെ കാര്യത്തിൽ കടുത്ത അനാസ്ഥയാണ് കാണിച്ചതെന്നാണ് DCC നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പാർട്ടി നേതാക്കളോട് ആശയവിനിമയം നടത്താതെ സ്വന്തം ഇഷ്ടപ്രകാരം LC പത്രിക തയ്യാറാക്കിയതാണ് പ്രശ്നമായതെന്നും നേതാക്കൾ പറയുന്നു. കൊച്ചി കോർപ്പറേഷനിൽ UDFന് 13 വിമതരുണ്ടെങ്കിലും 4 വിമതരെയാണ് കോൺഗ്രസ് ഗൗരവമായി കാണുന്നത്. ഇവരെ പിന്മാറ്റാനുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. വിമതർക്ക് 2 ദിവസം കൂടി സാവകാശം നൽകിയ ശേഷം നടപടിയെടുത്താൽ മതിയെന്നാണ് DCCയുടെ തീരുമാനം. സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതാക്കൾക്ക് പിഴച്ചതുകൊണ്ടാണ് ഇത്രയും വിമതർ ഉണ്ടായതെന്ന ചർച്ചയും കോൺഗ്രസിലുണ്ട്. മീഡിയ 1 കൊച്ചി. തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥി മുൻ DGPയുമായ R. ശ്രീലേഖയുടെ പേരിനൊപ്പം IPS എന്ന പദവി ഉപയോഗിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം. പ്രചാരണ ബോർഡുകളിലും മറ്റും പേരിനൊപ്പം ഉപയോഗിച്ചിരുന്ന IPS പദവി നീക്കം ചെയ്യാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആം ആദ്മി പാർട്ടി നൽകിയ പരാതിയിലാണ് നടപടി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയാണ് മുൻ DGP R. ശ്രീലേഖ. ശ്രീലേഖയുടെ പ്രചരണത്തിലധികവും IPS ചേർത്ത പോസ്റ്ററുകളാണ് ഉണ്ടായിരുന്നത്. ഔദ്യോഗിക പദവികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് ചട്ടലംഘനമായതിനാലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ.
നിലവിലുള്ള പ്രചരണ ബോർഡുകളിൽ നിന്ന് IPS എന്ന് നീക്കം ചെയ്തോ IPSനൊപ്പം റിട്ടയർഡ് എന്ന് ചേർത്തോ നിയമക്കുരുക്കിൽ നിന്ന് മറികടക്കാനാണ് BJP ശ്രമം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന BJP സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയായ ശ്രീലേഖയെ പാർട്ടി മേയറായി ഉയർത്തിക്കാണിക്കുന്ന മുഖങ്ങളിലൊന്നാണ്. മീഡിയ 1 തിരുവനന്തപുരം. ലൈംഗികാരോപണത്തിൽ കുരുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത. രാഹുലിനെ പിന്തുണച്ച കെ സുധാകരനെ തള്ളി കെ മുരളീധരൻ രംഗത്തെത്തി. നിരപരാധിയെന്ന് പറയാൻ അന്വേഷണ റിപ്പോർട്ട് വരണമെന്നും പാർട്ടി നടപടി നേരിടുന്ന രാഹുലുമായി നേതാക്കൾ വേദി പങ്കിടരുതെന്നും കെ മുരളീധരൻ പറഞ്ഞു. രാഹുലിനെ പ്രചാരണത്തിന് വിളിക്കണോ എന്ന സ്ഥാനാർത്ഥികൾ തീരുമാനിക്കട്ടെയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. വിലക്കിനിടയിലും പ്രചാരണത്തിൽ രാഹുൽ മാങ്കൂട്ടം സജീവമാണ്. നമുക്ക് അവനെ കുറിച്ച് തർക്കങ്ങളില്ല. അവന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. കെ സുധാകരന്റെ നിലപാട് തള്ളിയ കെ മുരളീധരൻ നിലപാട് കടുപ്പിച്ചു. രാഹുൽ നിരപരാധിയെന്ന് പറയാനാകില്ല. രാഹുലുമായി നേതാക്കൾ വേദി പങ്കിടരുതെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാർട്ടി നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടാനോ പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല. അദ്ദേഹം സസ്പെൻഷനിലാണ്. ഇപ്പോൾ അന്വേഷണത്തിലാണ്. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ. വന്നതിന് ശേഷം പാർട്ടി അക്കാര്യം തീരുമാനമെടുക്കും. രാഹുലിനെ പാർട്ടി വേദികളിൽ പങ്കെടുപ്പിക്കേണ്ട എന്ന നേതൃതീരുമാനം വ്യക്തമാക്കുന്നതായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. ഇല്ല, സംഘടനാപരമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നില്ല, ഒരു കമ്മിറ്റിയിലും പങ്കെടുക്കുന്നില്ല. അതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രചരണത്തിന് അവരിപ്പോൾ ഞങ്ങൾക്ക് നിയന്ത്രണമൊന്നും പ്രത്യേകിച്ച് ഏർപ്പെടുത്തിയിട്ടില്ല. പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്നാണ് നേതാക്കൾ പറഞ്ഞത്. അത് താൻ അനുസരിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് തന്നെ MLA ആക്കിയവർക്കായുള്ള പ്രചാരണമാണെന്നും രാഹുൽ പറഞ്ഞു. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാള് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. എനിക്ക് 2 കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലെന്നായിരുന്നു വിഷയത്തിൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രതികരണം. മീഡിയ 1 കോഴിക്കോട്. ഭരണഘടനാ ദിനം ആഘോഷിച്ച് രാജ്യം. പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു. എല്ലാവർക്കും സുരക്ഷയും സമത്വവും ഉറപ്പുവരുത്തുകയാണ് ഭരണഘടനാ ലക്ഷ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഓർമ്മപ്പെടുത്തി. ഭരണഘടന വെറുമൊരു പുസ്തകമല്ലെന്നും ഓരോ പൗരനും നൽകുന്ന പവിത്രമായ വാഗ്ദാനമാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്നാണ് ഇന്ത്യൻ ഭരണഘടനയെ അറിയപ്പെടുന്നത്. 1949 നവംബർ 26 ഭരണഘടന പാർലമെന്റ് അംഗീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് സംവിധാൻ ദിവസമായി ആഘോഷിക്കുന്നത്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നത്. പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. 9 ഭാഷകളിലുള്ള ഭരണഘടനയുടെ പതിപ്പ് രാഷ്ട്രപതി പ്രകാശനം ചെയ്തു. ഭരണഘടനയുടെ ആമുഖം രാഷ്ട്രപതി അംഗങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു. ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഉടൻ മാറുമെന്നും രാഷ്ട്രപതി. हमारे संविधान निर्माता चाहते थे कि संविधान के माध्यम से हमारा सामूहिक और व्यक्तिगत स्वाभिमान सुनिश्चित रहे. बीते दशक में हमारे संसद ने जन आकांक्षाओं को अभिव्यक्त करने के अत्यंत प्रभावी उदाहरण प्रस्तुत किया है. ഭരണഘടന മനുഷ്യന്റെ അന്തസ്സിനും സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി. പൗരന്റെ ശക്തിയും ശബ്ദവുമാണ് ഭരണഘടനയെന്നും ഭരണഘടനയ്ക്കെതിരായ ഒരു ആക്രമണവും അനുവദിക്കില്ലെന്ന് രാഹുൽ ഗാന്ധിയും എക്സിൽ കുറിച്ചു. മീഡിയ 1 ഡൽഹി. കൊല്ലം ജില്ലാ കലോത്സവത്തിൽ ഭാരതാംബ ചിത്രത്തെ ചൊല്ലി തർക്കം. അഞ്ചലിലെ ദേശീയ അധ്യാപക പരിഷത്ത് വേദിക്ക് സമീപമുള്ള സ്റ്റാളിൽ കെട്ടിയ ബാനറിൽ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രമുണ്ടായിരുന്നു. കലോത്സവ സ്ഥലത്തു നിന്ന് ചിത്രം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് SFIയും DYFIയും രംഗത്തെത്തി. ഇതോടെ ഇരുവിഭാഗവും തമ്മിൽ വാക്ക് തർക്കമുണ്ടായി. DD നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഭാരതാംബയുടെ ചിത്രം കർട്ടൻ ഉപയോഗിച്ച് മറച്ച് തർക്കം പരിഹരിച്ചു. കൊച്ചിയിൽ CPIയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയ കേസിൽ പ്രതിയായ പാലാരിവട്ടം SI KK ബൈജുവിനെ വെട്ടിലാക്കി കൂട്ടുപ്രതിയുടെ മൊഴി. CPIയെ ഭീഷണിപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്ന സ്പാ ജീവനക്കാരിയുടെ മൊഴിയാണ് ബൈജുവിന് കൂടുതൽ കുരുക്കായത്.
മാലമോഷണ പരാതിയുണ്ടെന്നും സ്പാ സെന്ററിൽ പോയത് വീട്ടിൽ പറയുമെന്ന് ഭീഷണിപ്പെടുത്തി 4 ലക്ഷം രൂപ സംഘം തട്ടിയെടുത്തുമെന്നുമായിരുന്നു CPOയുടെ പരാതി. ഈ കേസിൽ കൊച്ചിയിലെ സ്പാ സെന്റർ ജീവനക്കാരി രമ്യ, നടത്തിപ്പുകാരൻ ഷിഹാം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഗൂഢാലോചന വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. സ്പായിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മറച്ചുവെക്കാനാണ് SIയുമായി ബന്ധം സ്ഥാപിച്ചതെന്നും സുൽഫിക്കർ എന്നയാൾക്ക് കൊട്ടേഷൻ നൽകിയെന്നുമാണ് ജീവനക്കാരിയുടെ മൊഴി. ബൈജുവും സംഘവും സമാന തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. CPOയുടെ പരാതിയിൽ സസ്പെൻഷനിലാണ് KK ബൈജു. മുഖ്യപ്രതിയായ ബൈജു ഒളിവിലെന്നാണ് വിവരം. ബൈജുവിനെതിരെ പരാതി നൽകിയ ആലപ്പുഴ സ്വദേശിയായ യുവാവുമായുള്ള ഫോൺ സംഭാഷണവും കഴിഞ്ഞ ദിവസം മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു. തനിക്കെതിരെ വ്യാജ കേസ് എടുത്തെന്നും ഒഴിവാക്കാൻ പണം ആവശ്യപ്പെട്ട് ബൈജു ഭീഷണിപ്പെടുത്തിയെന്നുമാണ് യുവാവിന്റെ പരാതി. മീഡിയ വൺ, കൊച്ചി. കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോറിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് കസ്റ്റഡിയിലെടുത്തത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിനാൽ ഇയാളുടെ മാനസിക നില പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോറിനെ കൊച്ചി പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. ഇതിന് പിന്നാലെ തിരുവനന്തപുരത്തെത്തിയപ്പോഴാണ് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാവിലെ തിരുവനന്തപുരത്ത് എത്തിയതാണെന്ന് ബണ്ടി ചോർ പോലീസിനോട് പറഞ്ഞു. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു മോഷണ കേസുണ്ടായിരുന്നു. ഇതിൽ പിടിക്കപ്പെട്ടപ്പോൾ കൈവശം 22,000 രൂപയാണ് ഉണ്ടായിരുന്നത്. കേസ് കഴിഞ്ഞ സാഹചര്യത്തിൽ വഞ്ചൂർ കോടതിയിൽ നിന്ന് ഈ തുക തിരികെ ലഭിക്കുന്നതിന് അഭിഭാഷകനായ മുകേഷിനെ കണ്ടുവെന്നാണ് ബണ്ടി ചോർ പറഞ്ഞത്. തന്റെ ജീവിതകഥ ആസ്പദമാക്കി 2 സിനിമകൾ പുറത്തിറങ്ങിയിരുന്നു. ഇതിൽ തന്റെ അനുമതി തേടിയിരുന്നില്ല. അഭിഭാഷകനുമായി സംസാരിച്ച് നിയമപരമായി മുന്നോട്ട് പോകാനാണ് തിരുവനന്തപുരത്തെത്തിയതെന്നും ബണ്ടി ചോർ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മറ്റു പല കാര്യങ്ങളാണ് ബണ്ടി ചോർ പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് മാനസിക നില പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ബണ്ടി ചോർ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത പോലീസ് പരിശോധിച്ചു വരികയാണ്. മാനസിക നില കൂടി പരിശോധിച്ച ശേഷമാകും ഇയാളെ വിട്ടയക്കുന്നതിൽ തീരുമാനമെടുക്കുക. ബണ്ടി ചോർ കേരളത്തിൽ തുടരുന്നിടത്തോളം നിരീക്ഷണമുണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മീഡിയ വൺ, തിരുവനന്തപുരം. പാലത്തായി പീഡന കേസ് സംബന്ധിച്ച മുൻ മന്ത്രി KK ശൈലജയുടെ വാദം തള്ളി ഇരയുടെ അഭിഭാഷകൻ മുഹമ്മദ് ഹനീഫ്. സാമൂഹ്യക്ഷേമ വകുപ്പാണ് ഇരയ്ക്കായി കൌൺസിലർമാരെ വെക്കുന്നതെന്നും പോലീസാണെന്ന മുൻമന്ത്രിയുടെ വാദം കള്ളമാണെന്നും അഭിഭാഷകൻ പറഞ്ഞു. കൌൺസിലർമാരിൽ നിന്നും 10 വയസ്സുകാരി നേരിട്ടത് ക്രൂരമായ മാനസിക പീഡനമാണ്. പ്രതിയെ രക്ഷിക്കാൻ ലക്ഷ്യം വെച്ചുള്ള ഏറ്റവും മോശമായ അന്വേഷണമാണ് നടന്നത് എന്നാണ് പോലീസിനെ കുറിച്ച് കോടതിയുടെ പരാമർശമെന്നും അഭിഭാഷകൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ശൈലജ ടീച്ചർ ഇങ്ങനെ അബദ്ധത്തിലേക്ക് പോയി വീണ്ടും പോകുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മന്ത്രിയെക്കുറിച്ച് പറഞ്ഞ പാരഗ്രാഫ് കഴിഞ്ഞിട്ടുള്ള പാരഗ്രാഫ് മുഴുവനും അന്വേഷണത്തിലെ അപാകതകളെക്കുറിച്ച്, അന്വേഷണം അട്ടിമറിച്ചിട്ട് പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തി. പോലീസിന് അങ്ങനെ ഒരു റോളില്ല. പോലീസ് എങ്ങനെ കൗൺസിലർമാർ നിയമിക്കുക? പോലീസ് അന്വേഷണം നടത്തുമ്പം ഏത് വകുപ്പനുസരിച്ചിട്ടാണെന്ന് പറയണ്ടേ? കാസർഗോഡ് റിമാൻഡ് പ്രതി മരിച്ച നിലയിൽ സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന ദേളി സ്വദേശി മുബഷീറാണ് മരിച്ചത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ 5:30 മണിയോടെയാണ് മുബഷീറിനെ ജയിൽ അധികൃതർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു. കൊൽക്കത്തയ്ക്ക് പിന്നാലെ ഗുവാഹത്തി ടെസ്റ്റിലും ഇന്ത്യക്ക് ദയനീയ തോൽവി. 408 റൺസിനാണ് ദക്ഷിണാഫ്രിക്കയുടെ ജയം. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 140 റൺസിന് പുറത്തായി. 54 റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. 25 വർഷത്തിനിടെ ഇതാദ്യമായാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ ടെസ്റ്റ് പരമ്പര ജയിക്കുന്നത്. 6 വിക്കറ്റ് എടുത്ത സിമോൺ ഹാമറാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തകർത്തത്. ഹോം ഗ്രൗണ്ടിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ തോൽവിയാണിത്. ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് വമ്പന്മാർ കളത്തിൽ. ആഴ്സണൽ ബയൺ മ്യൂണിക്കിനെയും PSG ടോട്ടനത്തെയും നേരിടും. ഒളിമ്പിയാക്കോസാണ് റയൽ മാഡ്രിഡിന്റെ എതിരാളികൾ. ലിവർപൂൾ PSVയെയും അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്റർ മിലാനെയും നേരിടും. രാത്രി 1:30 മത്സരങ്ങൾ.